My dear students, now I will introduce myself. I am Ramanathan, your professor, and I will teach you architectural engineering. You know, this is a professional college. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രൊഫഷനെ ലാക്കാക്കിയുള്ള വിഷയമാണ്. ഗിരിപ്രഭാഷണം കഴിഞ്ഞെങ്കിൽ സാർ കുറച്ചുകൊണ്ട് മാറിന്നേ. രാമു, എന്തായി കാണിക്കുന്നത്? ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ കൂടെ പരിചയപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ സീനിയേഴ്സിനെ കാണുമ്പോൾ ഇവറ്റേക്ക് ഒരു വിലയുണ്ടാവില്ല. ഗണേഷ്, പ്ലീസ് ആ കസേരയിൽ എങ്ങാനും പോയിരുന്ന ഇച്ചിരി റെസ്റ്റ് എടുക്കും പ്രൊഫസറെ. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതൊരു ക്ലാസ് റൂം അല്ലേ? പ്ലീസ് സാർ ഒരു കാര്യം ചെയ്യും, കണ്ടു നിൽക്കാൻ വിഷമാണെങ്കിൽ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയിച്ചു വാ. നിന്ന് ചിണങ്ങാതെ കാര്യത്തിലേക്ക് കിടക്കടാ. എഴുന്നേക്കടാ. എന്താ പറയാ നിന്റെ പേര്? ശ്യാം. ശ്യാമ സുന്ദര പുഷ്പമേ, കയറുന്നില്ലടാ ബെഞ്ചില്. കയറാൻ. നിന്റെ പേരോ? വിഷ്ണുനാരായണൻ നമ്പൂതിരി. നിനക്കെന്താ ദിക്കുണ്ടോ? കുടുംബം മുറിച്ചിട്ട് എത്രയായി തിരുമേനി? ഉപനയനം കഴിഞ്ഞ് മുറിച്ചു. വേണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ കുടുംബം വെച്ച് നടക്കുന്ന ഒരു പുതിയ ഫാഷനായേനെ. കുടുംബം മാത്രം പോരാ, പൂണൂലും വെളിയിൽ കാണണം. ഈ ഷർട്ട് അതിനൊരു തടസ്സം അല്ലേ എളിയാ? ഇനി ഒരു ഓലക്കുടയും മെതിയും കൂടെ ആയ സംഗതി ക്ലീൻ. ഉപദ്രവിക്കരുത്, അപമാനിക്കരുത്. ഞാൻ പാവാണെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് ബോധ്യമാണ്ടേ. ഒരു കാര്യം ചെയ്യും, ഈ ബെഞ്ചിന്റെ മുകളിൽ കയറി ബാബൊത്തി ഒന്ന് ഓച്ചാനിച്ച് നിന്നേ കാണട്ടെ. കയറ പാട്ട നമ്പൂരി. ശബ്ദം പുറത്ത് കേൾക്കരുത്. ആ ക്ലാസ്സിലിട്ടെങ്ങാനും പെടുത്തുകളയോടാ. നിന്റെ പേരെന്താ? രാജു വിശ്വം. ഇവനാ റാങ്കുകാരൻ. പത്രത്തിൽ പടം വന്നത് കണ്ടിട്ടില്ലേ? ഓ, രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭ. എത്ര മുടക്കടാ റാങ്ക് ഒപ്പിച്ചെടുക്കാൻ? ഓൾ ഇന്ത്യ റാങ്കനാണ്. അപ്പൊ ഇവനാള് VIP ആണല്ലോ. ഇവനെ വെറുതെ വിട്ടാ പറ്റൂല. VIP ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം, അല്ലേ? മോശം. പ്ലീസ് ബോയ്സ്, പ്ലീസ് പ്ലീസ്, കം ഓൺ ബോയ്സ്, പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്, പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. ക്ലാസ് ടൈമിൽ ഇങ്ങനെ കാണിക്കുന്നത് കഷ്ടമല്ലേ? ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരെ പരിചയപ്പെടാമല്ലോ. അത്രയെങ്കിലും ഡിസിപ്ലിൻ നമുക്ക് വേണ്ടേ? പ്ലീസ് ബോയ്സ്, ഐ പ്ലീറ്റ് ടു യു. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു പോകണം. ഐ ബെഗ് യു ബൈ ബോയ്സ്, പ്ലീസ്. പ്രിൻസി കാല് പിടിക്കുന്നല്ലേ? എന്തോ വേണം? തൽക്കാലം ഇറങ്ങി കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും അനുസരണശീലമുള്ള നല്ലൊരു പ്രിൻസി അല്ലേ? പീക്കിരി പിള്ളേരെ മുമ്പ് ചുമപ്പിച്ചിന്റെ വെയിറ്റ് കളയണ്ട. രാമു പറഞ്ഞാ പിന്നെ ഞാൻ കപ്പിയിലില്ല. എന്നാ പോവാം. വാ. Sit down, please. Sit down. Mr. Ramanathan, carry on. എന്താടാ ബഹളം? ആ അയ്യോ, നമ്മളെ ബാച്ചിലെ വിഷ്ണുനാരായണൻ നമ്പൂരിയല്ലേ അത്? ഈശ്വര, അടുത്ത ഒഴിവ് ഇനി ആരുടേതാണോ? ആരുടേതായാലെന്താ? ഒരിക്കലും ഒരാളെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കരുത്. സീനിയേഴ്സ് 5 പേര് വന്നാൽ നമ്മളൊരു 10 പേര് മുന്നിൽ നിന്ന് കവർ ചെയ്യണം. അത്ര തന്നെ. അല്ലാണ്ട് ഈ വക വൃത്തികേടൊന്നും മഴങ്ങാൻ വയ്യ. പറയാൻ എളുപ്പമാണ് രാജു, പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും ചങ്കുറപ്പ് വേണമെന്ന് മാത്രം. ഒരു പരിധി വരെയുള്ള റാഗിംഗ് ഒക്കെ ഓക്കെ, സഹകരിക്കാം. പക്ഷെ ഇത് അതിനപ്പുറമാണ്. വിഷ്ണു വളരെ പാവമായി പോയി. സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ
ജൂനിയേഴ്സിനെല്ലാം പേടി. എന്തിനാണാവോ? ഇങ്ങോട്ട് വന്നാൽ അതേപോലെ അങ്ങോട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലാതെ ഒരെണ്ണത്തിനെങ്കിലും ഗട്സ് വേണ്ടേ അപ്പ? പഠിത്തം തുടങ്ങിയതേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതുകൊണ്ട് സമയം പോകാൻ ഒരു പ്രയാസവും ഇല്ല. ഐ എം ഹാപ്പി അപ്പ. കഴിഞ്ഞ ഒരാഴ്ചത്തെ റീഡിംഗ് സ്റ്റഡിയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഹെൽത്തും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ. ചിരിച്ചും കൊണ്ടേ ഓപ്പറേഷൻ പോകാവുന്ന രാജമോഹന്റെ ഓർഡർ ഉണ്ട്. കുഞ്ഞാലിക്ക അത് തെറ്റിക്കൂല. ധൈര്യമായിട്ട് കത്തിവെച്ചു. Post him for surgery on next Saturday. യെസ് ഡോക്ടർ. പിന്നെ കാണാ. ഡാടാ നില്ല് നില്ല് നില്ല്. നിന്റെ പേരെന്താ? വർഗീസ് മാത്യു. നീ ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ട അലവലാദീസിന്റെ കൂടെ ചെത്തി നടക്കുമ്പോ ഞങ്ങളെ കണ്ട കണ്ണി പിടിക്കില്ല അല്ലടാ? സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവാഞ്ഞിട്ടാ. അല്ലാണ്ട് ആഹാ, സീനിയേഴ്സിനെ കണ്ടാ നിനക്ക് മനസ്സിലാവൂല അല്ലേ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പലതും മനസ്സിലാവാണ്ട് പോകും. മുണ്ടിന്റെ മടിക്കുത്തഴിക്കാനായിരുന്നല്ലോ മടി. ഈ പാന്റ് അടിച്ച് തോളിലിട്ടുണ്ട് ഇവരുടെ മുന്നിൽ കൂടെ നടന്ന ഹോസ്റ്റൽ വരെ പോകുമ്പോഴേക്കും മടിയൊക്കെ താനെ മാറും. ഒരു കളസം. അയ്യോ ഞാൻ പ്ലീസ്. അവനിപ്പോ സമ്മതമില്ലെങ്കിലോ? നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വിളിക്കണ്ട. വർഗീസ് എന്റെ റൂംമേറ്റും ക്ലാസ്മേറ്റും ആണ്. അവനെ പരസ്യമായി അവമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അയ്യോ, കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ചുണ്ടി നമ്മിഞ്ഞയുടെ മണം മാറിയിട്ട് വാടാ ചെറുക്ക. ഇപ്പൊ മോൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പുല്ലാണ്ടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെണ്ടി? പേടിപ്പിക്കല്ലേ ചേട്ടാ. ഈ കോളേജ് ചേരാൻ നിങ്ങളെക്കാൾ 1-2 വർഷം വൈകിയെന്ന വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. സീനിയേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അതാണ് പറഞ്ഞത്. സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കൊമ്പൊന്നും ഇല്ലെന്ന്. അടുത്ത വർഷം ഞങ്ങളും ആവും സാർ ഈ പറയുന്ന മഹാത്ഭുതം. വരട്ടാതെ. നീ രണ്ടും കെട്ടിച്ചാണ്. വേണമെങ്കിൽ ആണ്. സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് പൃഷ്ഠം കുലുക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ വേറെ 3 പേരേ ഉള്ളൂ. ഞങ്ങളിതേ ഇത്രയും പേരുണ്ട്. പിന്നെ ഇവനും. നിങ്ങളൊന്ന് തോറ്റൂന്ന് വെക്കേ. പിന്നെ സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് ഈ താടിയും വേഷം വെച്ച് നടക്കാനൊക്കൂ? എന്തു പറയുന്നു ചേട്ടന്മാരെ? വേണോ നമ്മൾ തമ്മിൽ? തിരിച്ചു പോയാൽ മാനം പോയില്ല. നമ്മൾ ഇത്രയും പേരെ വിവരം അറിയുള്ളൂ. ചേട്ടന്മാര് ചെല്ല്. റാഗിംഗ് ഒക്കെ ആയിക്കോ ഒരു രസത്തിന്. പക്ഷെ മര്യാദ വിട്ടുള്ള കളി വേണ്ട. എല്ലാവരും ആ പാവം വിഷ്ണു നമ്പൂതിരിയല്ല. തോന്നിവാസം സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വടാ പോ. കണ്ണാ, അപ്പാ എന്നെ ഇത് ദിടീർന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാമേ? നിനക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആവട്ടെന്ന് എഴുതി. നീ ഇപ്പഴേ இருக்க? സൗഖ്യം. ഇതെന്നോട് അപ്പാവാക്കും. സോറി, മൈ ഫാദർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. ഇതെന്റെ റൂംമേറ്റ്സ് ശ്യാം, വർഗീസ്. ആൻഡ് ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ് റഹീം, മോഹൻ. ഹലോ. Come on.
വർഗീസേ, ബാക്കിയുള്ളവരെ കൂടെ വിളിക്കുക. ഒരു മറ്റൊന്നും വരാൻ പോണില്ല. അതിന് ചുണ്ണലെടുത്ത് നീ ജനിച്ചു പറഞ്ഞോടാ. ജൂനിയേഴ്സ് നീ സംഘടിപ്പിക്കല്ലടാ. എവിടാ നിന്നെ ആരാധകര്? വലിയ ഹീറോ പറ്റിയില്ലടാ അതിനെ രക്ഷിക്കാൻ. സീനിയേഴ്സെ കണ്ട നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല അല്ലേ? കോഴിക്കോട്ട് നിന്നോ? സോറി, ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തിയേറ്ററിലാണ്. ഒരു മേജർ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാണ്. എത്ര അർജന്റ് മാറ്റർ ആയിരുന്നാലും ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. വിവരം അറിയിച്ചാൽ തന്നെ അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂറുകൾ കഴിയും. സോ ലെറ്റ് us keep the call pending. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ സക്സസ് ആവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇത്രയും സമയമെടുത്തൊരു ഓപ്പറേഷൻ ഇതാദ്യമാണ് ഡോക്ടർ. സമയമെടുത്താൽ എന്താ, കുഞ്ഞാലിയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. താങ്ക് ഗോഡ്. ഹലോ, ബാലസുബ്രഹ്മണ്യം സ്പീക്കിംഗ്. Call from Calicut. Kindly hold on. Hello, Trivandrum BP Holding. Please speak. Yes, my dear. Hear the happy news, Kana. Kunyali is saved. Hello, Dr. Balasubramaniam. Yes? I am Principal, Regional Engineering College, Calicut here. Yes, sir. Sorry, doctor. I have some bad news. ഡോക്ടറുടെ മകൻ രാജു വിശ്വം ഒരു ആക്സിഡന്റിൽ പെട്ടു. What? മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് കഴിവതും ശ്രമിച്ചു. പക്ഷേ we couldn't save your son. രാജു മരിച്ചു.
மணியண்ணா, அப்பா இறந்த போது கொல்லி வைக்கிறதுக்கு நான் இருந்தேன். எனக்கு கொல்லி வைக்கிறதுக்கு என் புள்ள இருப்பான்னு கர்வப்பட்டிருந்தேன். ஆனா இப்போ எனக்கு வாய்க்கரைச்சு போடுறது கூட அருமை இல்லை.